بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഖബറിടം അല്ലാഹു സ്വർഗീയമായ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ടായുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വുളൂ. യഥാർത്ഥത്തിൽ ഇത് ജീവിതത്തിൽ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ അറിയാതെ പോവാണ്. ഇത് ആർക്കും നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഗൗരവത്തെ കുറച്ച് കാണിക്കാണ്. വുളൂ ചെയ്യുന്നതിന്റെ ഗൗരവത്തെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. ഇത് വലിയൊരു ഇബാദത്താണ്. ഇതിന് കൂലിയുണ്ട്. ഈ കർമ്മത്തിലൂടെ നമ്മുടെ പാപങ്ങൾ പൊഴിഞ്ഞു പോകുന്നു. ഈ കർമ്മം ചെയ്യുക വഴി നമുക്ക് ഒരുപാട് ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാവുന്നു. അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ, നിസ്കാരമല്ല പറഞ്ഞത്, നിസ്കാരത്തിന് മുന്നേ നമ്മൾ ചെയ്യുന്ന വുളൂ എന്ന് പറയുന്ന ചെറിയ കർമ്മത്തിന്റെ ഗൗരവമാണ് ഈ പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ അമലിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയുടെ 107-ാമത്തേതും 108-ാമത്തേതും ഈ രണ്ട് ആയത്തുകൾ അവതരിക്കുന്നത് പരിശുദ്ധ മദീനയിലാണ്. മദീനയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിപ്പെട്ട ശേഷം ആദ്യം നിർമ്മിച്ച പള്ളി മസ്ജിദുൽ ഖുബാ ആണ്. മസ്ജിദുൽ ഖുബാന്റെ നേരെ എതിരിൽ ഓപ്പോസിറ്റായി സമാന്തരമായി വ്യവസ്ഥാപിതമായി നടന്നു പോകുന്ന മസ്ജിദുൽ ഖുബാന്റെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ സമാന്തരമായി മറ്റൊരു പള്ളി മദീനയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒത്തുകൂടി, മുനാഫിക്കുകൾ ഒത്തുകൂടി ഒരു പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു. പള്ളി നിർമ്മിച്ചു. നിർമ്മാണം കഴിഞ്ഞപ്പോ ജനസമ്മതിയുള്ള ഒരു മനുഷ്യൻ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു ഉദ്ഘാടനം ചെയ്യണം. പാവമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സാധുവാണ്, ആര് വന്നാലും വിഷമിപ്പിക്കൂല എന്നൊക്കെ അറിയാം. ഇത് ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെ കപടവിശ്വാസികളും സത്യനിഷേധികളും കൈകോർത്ത് രഹസ്യ അജണ്ട അവർ നടപ്പാക്കാൻ പോവാ. ഈ പള്ളി ഉദ്ഘാടനം നിബിതങ്ങളെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അവരുടെ ഈ നിഗൂഢമായ ഈ ചതി നിറഞ്ഞ പ്രയോഗം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെറുതെ വിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്ന ആയത്തുകളാണ് ഈ സൂറത്ത് തൗബയുടെ 107-ാമത്തേതും 108-ാമത്തേതും ആയത്ത്. ഈ ആയത്ത് നമുക്ക് ഒരല്പം പറയാം. ഈ ആയത്ത് അവതരിക്കുന്നത് അതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ ആയത്തിലൂടെ ലക്ഷ്യമിടുന്ന മറ്റൊരു വിഭാഗവും അവരുടെ പ്രവർത്തനവും ചർച്ചയുണ്ട്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് നമുക്ക് ചർച്ചയിലേക്ക് എടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലദീന ഇത്തഖദൂ مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. അല്ലാഹു പറയുന്നു, മസ്ജിദുൽ ഖുബാന്റെ നേരെ എതിരിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയെ കുറിച്ച് പറയാണ്. മസ്ജിദൻ ളിറാറൻ, എടങ്ങേറിന്റെ പള്ളി, എടങ്ങേറ് പിടിച്ച പള്ളിയാണത്.
എടങ്ങേറുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയും കുഫറൻ മാത്രവുമല്ല, കുഫറും ആ പള്ളി ഉണ്ടാക്കിയതിലുള്ള ലക്ഷ്യമുണ്ട്. കുഫറിന്റെ സഹായമുണ്ട്, കുഫറിനെ സഹായിക്കലുമുണ്ട്. തഫ്രീഖം ബൈനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കിടയിൽ ചേരി തിരിക്കാനും കൂടിയിട്ടാണ്, മുഅ്മിനീങ്ങളിൽ അനൈക്യം സൃഷ്ടിക്കാനും കൂടിയിട്ടാണ് ആ പള്ളി അവിടെ വന്നിരിക്കുന്നത്. മാത്രവുമല്ല ഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബ്ലു, പണ്ടേ മുതൽക്ക് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് താവളമൊരുക്കാനും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ പള്ളി നിർമ്മിക്കുന്നത്. അങ്ങനത്തെ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോ, അങ്ങയെ ക്ഷണിക്കാൻ വരുമ്പോ അവര് സത്യം ചെയ്തിട്ട് പറയും. സ്വാഭാവികമാണ് അങ്ങ് ചോദിക്കുക എന്തിനാ ഇപ്പൊ അവിടെ ഒരു പള്ളി എന്ന്. അപ്പോ അവര് സത്യം ചെയ്ത് പറയും, വല യഹ്ലിഫുന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന, സത്യമായിട്ട് നബിയെ ഞങ്ങൾ നല്ല ഉദ്ദേശത്തിലാണ് പള്ളി ഉണ്ടാക്കിയതെന്ന് അവർ സത്യം ചെയ്ത് പറയും നബിയേ. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അല്ലാഹുവിനെ അറിയാം അവർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന്. ആ പള്ളി ഉദ്ഘാടനത്തിന് അങ്ങ് പോവേണ്ടതില്ല. ലാ തഖും ഫീഹി അബദ, ആ പള്ളി ഉദ്ഘാടനത്തിന് അങ്ങ് പോകേണ്ടതില്ല നബിയെ. അത്തരം പള്ളികളിൽ അങ്ങ് നിസ്കരിക്കാൻ പാടില്ല, അത്തരം പള്ളികൾ അങ്ങ് നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങ് നിസ്കരിക്കേണ്ട പള്ളികൾ എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട്. അങ്ങ് നിസ്കരിക്കേണ്ട പള്ളികൾ ഏതാണെന്നറിയോ? അങ്ങ് നിസ്കരിക്കേണ്ട പള്ളി ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, പണ്ടേ മുതൽക്ക് തഖ്വയിലായി അടിസ്ഥാനപ്പെടുത്തപ്പെട്ടിട്ടുള്ള മസ്ജിദുൽ ഖുബാ ഇല്ലേ, അവിടെയാണ് അങ്ങ് നിസ്കരിക്കേണ്ടത്. അങ്ങ് നിസ്കരിക്കേണ്ട പള്ളിയുടെ അടയാളം എന്തെന്നറിയുമോ? ഫീഹി റിജാൽ, അത്തരം പള്ളികളിൽ നിസ്കരിക്കാൻ വരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കേണ്ട പള്ളിയുടെ അടയാളം, അവിടുന്ന് നിസ്കരിക്കാൻ അർഹതപ്പെടേണ്ട പള്ളിയുടെ അടയാളം, അത്തരം പള്ളികളിൽ നിസ്കരിക്കാൻ വരുന്നത് റിജാൽ, പുരുഷന്മാരായിരിക്കും നബിയെ. ഇപ്പൊ പള്ളിയിൽ ആരാ പോണ്ടെന്നുള്ള കാര്യം അവിടെ കിട്ടി. റിജാൽ. ഖുർആന്റെ ഒരു സ്വഭാവമുണ്ട്, അക്ഷരം കുറഞ്ഞിട്ട് അർത്ഥം കൂട്ടുക എന്ന ഒരു രീതി, ഈജാസ് എന്ന് പറയും. ഖുർആൻ മൂജസ് ആണ്, അക്ഷരം കുറവും അർത്ഥം കൂടുതലായിരിക്കും. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യവും പറയണമല്ലോ. അങ്ങനെയുള്ള ഖുർആനിൽ റിജാൽ എന്ന പ്രയോഗത്തിൽ 4 അക്ഷരം ഉള്ളത്, റാ, ജിമ്, അലിഫ്, ലാമ്. ഈ 4 അക്ഷരത്തിന്റെ അർത്ഥം, ഈ 4 അക്ഷരം കൂടുമ്പോൾ റിജാൽ എന്ന പ്രയോഗത്തിൽ വരുമ്പോൾ ഇതിന്റെ അർത്ഥം പുരുഷന്മാർ. അള്ളാഹുവിന് അവിടെ അക്ഷരം കുറവുള്ള, ഇതിനേക്കാളും അർത്ഥം കൂടുതലുള്ള വേറൊരു പദം ഉപയോഗിക്കാമായിരുന്നു, നാസ്. ജനങ്ങൾ എന്ന അർത്ഥമുള്ള നാസ് ഉപയോഗിക്കായിരുന്നു. അതിൽ 3 അക്ഷരമേ ഉള്ളൂ, ഇതിൽ 4 അക്ഷരമുണ്ട്. നൂന്, അലിഫ്, സീന്. അതിൽ ആണും പെണ്ണും പെടും, ജനങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പൊ പള്ളിയിൽ ആണും പെണ്ണും പെടും എന്ന അർത്ഥവും കിട്ടും, 3 അക്ഷരം കൊണ്ട് പരിപാടിയും തീരും. പക്ഷെ അള്ളാഹു അവിടെ റിജാൽ എന്നുള്ള 4 അക്ഷരമുള്ള, പുരുഷന്മാരെന്ന് മാത്രം അർത്ഥമുള്ള ആ പദം കൊണ്ടുവന്നത് കൊണ്ട് പള്ളി പ്രവേശനം പുരുഷന്മാരിൽ മാത്രമാണ് എന്ന് സ്ഥാപിക്കുന്നു ഈ ആയത്തിലൂടെ. ഇതെന്റെ അഭിപ്രായമല്ല, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇമാം ഗസാലിയുടെ ധാരാളം കിതാബുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അൽ മുസ്തസ്ഫയിലൊക്കെ ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. ഏതായാലും ഞാൻ സാന്ദർഭികമായി ആ വിഷയം പറഞ്ഞതാ. അപ്പൊ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആണുങ്ങളെ കുറിച്ച്, പുരുഷന്മാരെ കുറിച്ചാണ് ഈ ആയത്ത് പറഞ്ഞത്. ആ പുരുഷന്മാരുടെ പ്രത്യേകത എന്താണ്? യുഹിബ്ബൂന അൻ യതതഹറൂ, ശുദ്ധി ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരാണ് അവിടെ ഉള്ളത്. ശുദ്ധി ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരാണ് അവിടെ ഉള്ളത്. ആ പള്ളിയിൽ ശുദ്ധി ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരാണ് ഉള്ളത്. ശുദ്ധി ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാർ കുറവല്ലേ? ശുദ്ധി ഇഷ്ടപ്പെടുന്നു എന്നതോടൊപ്പം അള്ളാഹു അങ്ങനെയുള്ളവരെ തിരിച്ചും ഇഷ്ടപ്പെടണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. നമുക്ക് വൃത്തി ഇഷ്ടമാണ്, പക്ഷേ വൃത്തി ഇഷ്ടപ്പെടുന്ന നമ്മോട് അള്ളാഹുവിന് ഇഷ്ടവും ഉണ്ടാവണം. നമ്മൾ വൃത്തിയെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അള്ളാഹുവിന് നമ്മോട് ഇഷ്ടം ഉണ്ടാവണം. അവിടെ നമ്മൾ വിജയിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇടയ്ക്കൊന്ന് പറയാം, മസ്ജിദുൽ ഖുബാന്റെ നേരെ എതിരിൽ സമാന്തരമായി മറ്റൊരു പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞില്ലേ? എടങ്ങേറിന്റെ പള്ളി എന്ന് ഖുർആൻ പറഞ്ഞ ആ ഭാഗത്താണ് ഇന്ന് സൗദി ഗവൺമെന്റിന്റെ വളരെ നല്ല ഒരു ഹോസ്പിറ്റല്, ഗവൺമെന്റ് ആയിക്കൊള്ളുന്നില്ല, എന്റെ ഓർമ്മയിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഈ ഹോസ്പിറ്റല് ഈ നേരത്തെ പറഞ്ഞ എടങ്ങേറിന്റെ പള്ളി എന്ന് പറയപ്പെട്ടോടത്ത് സ്ഥാപിക്കപ്പെട്ടതാണ്.
ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പൊതുവെ സുഖവാസ കേന്ദ്രമൊന്നുമല്ലല്ലോ. ഇടങ്ങേറും മുസീബത്തും രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി അവര് ട്രീറ്റ്മെന്റിന് വന്നിരിക്കാം. അപ്പോ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് ആ മസ്ജിദ് ദിറാർ എന്ന് പറയുന്ന ആ ഭാഗത്താണ്. നമുക്ക് കാണാൻ പറ്റും, മസ്ജിദുൽ ഖുബാന്റെ നേരെ എതിര് നോക്കിയാൽ വലിയ ഹോസ്പിറ്റൽ കാണാൻ പറ്റും, റോഡിന്റെ അപ്പുറം. അപ്പൊ അത്രത്തോളം ഈ വിഷയമായി അള്ളാഹുവിന്റെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ള ഈ ആയത്ത് അവസാനിക്കുന്നിടത്ത് പറഞ്ഞിട്ടുള്ള പള്ളിയിൽ ശുദ്ധി ഇഷ്ടപ്പെടുന്ന പുരുഷന്മാർ എന്ന് പറഞ്ഞ ആ ഭാഗത്താണ് നമ്മുടെ ചർച്ച ഉള്ളത്. ആരെ പറ്റിയാണ് ഈ പറഞ്ഞതെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ പോകേണ്ട പള്ളി അതാണെന്നും ആ പള്ളിയുടെ പ്രത്യേകത അവിടെ ശുദ്ധി ഇഷ്ടപ്പെടുന്ന പുരുഷന്മാർ വരുന്നു എന്നാണ് പറഞ്ഞത്. ആരാണ് ഈ ശുദ്ധിയുള്ള പുരുഷന്മാർ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അത് ധാരാളം വിശദീകരിക്കുന്നുണ്ട്. ഹദീസിൽ കാണാം ഈ ആയത്ത് സംബന്ധമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഇബ്നു മാജയുടെ സുനനിൽ കാണാം ഹദീസ് عن أبي أيوب رضي الله عنه أنه قال إن هذه الآية لما نزلت فيه رجال يحبون أن يتطهروا والله يحب المطهرين. അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിച്ച സൂറത്ത് തൗബയുടെ ആയത്തുകളെ സംബന്ധമായി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, യാ മഅശറൽ അൻസാർ ഇന്നല്ലാഹ ഖദ് അസ്നാ അലൈക്കും ഫിത്തുഹൂരി ഫമാ തുഹൂറുക്കും എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൻസാറുകളായ സ്വഹാബികളെ നിങ്ങളെ പ്രശംസിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ശുദ്ധിയുടെ കാര്യത്തിൽ അല്ലാഹു നിങ്ങളെ പ്രശംസിച്ചു. അൻസാരിങ്ങളെ ഹബീബായ നബി തങ്ങൾ സ്വഹാബികളോട് പറയാണ്, മുഹാജിറുകളും അൻസാറുകളും നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ വെച്ചിട്ട് പറയാണ്, അൻസാറുകളായ സ്വഹാബത്തെ നിങ്ങളെ അല്ലാഹു പ്രശംസിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വൃത്തിയുടെ കാര്യത്തിൽ, ശുദ്ധിയുടെ കാര്യത്തിൽ എനിക്കൊരാകാംക്ഷയുണ്ട് സ്വഹാബ. അൻസാരിങ്ങളെ നിങ്ങൾക്ക് എന്ത് വൃത്തിയാണ് കൂടുതലായിട്ടുള്ളത്? അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിസ്കരിക്കാൻ നേരം ഞങ്ങൾ ഉളു എടുക്കാറുണ്ട്. വലിയ അശുദ്ധി വരുമ്പോൾ ഞങ്ങൾ കുളിക്കാറുണ്ട് നബിയെ. ഞങ്ങൾ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കാറുണ്ട് നബിയെ. ഈ 3 കാര്യം ഞങ്ങൾ ചെയ്യാറുള്ളൂ വൃത്തിയുടെ കാര്യത്തിൽ. ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഹുവദാക, എന്നാൽ അത് തന്നെയാണ് അള്ളാഹു പ്രശംസിച്ച് പറഞ്ഞത്. ഫഅലൈകുമുഹു, ഇപ്പോൾ നിങ്ങൾ നിർവഹിക്കുന്ന പോലെ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ തുടർന്ന് പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ്. ഈ 3 കാര്യമല്ലേ നമ്മളും ചെയ്യുന്നത്? നമ്മൾ നിസ്കരിക്കാൻ ഉളു എടുക്കുന്നുണ്ട്, കുളിക്കാൻ ജനാബത്ത് കുളിക്കുന്നുണ്ട്, മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് കഴിയുന്നുണ്ട്. ഈ 3 നമ്മളും ചെയ്യുന്നുണ്ട്. ഖുർആൻ ഈ പ്രശംസിച്ച് പറഞ്ഞ അൻസാരിങ്ങൾ എത്തിച്ച ആ പദവി, അവർക്ക് കിട്ടിയ ആ പദവി നമുക്ക് കിട്ടും. ഒന്ന് ആലോചിച്ചു നോക്കി. കിട്ടുന്നില്ലേ? പ്രശ്നം നമ്മുടെ തന്നെ. ഇത് 3 ഈ 3 ശുദ്ധീകരണത്തിന്റെ അടിസ്ഥാന ഭാഗമാണ്. ഇത് 3 നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ പറയപ്പെട്ട അവസ്ഥയിലുള്ള അംഗീകാരം കിട്ടുന്നില്ല. അപ്പൊ അതിനർത്ഥം നമ്മുടെ ഉളൂഇന്റെ അകത്ത് ചില മാറ്റങ്ങൾ വരാനുണ്ട്. അതിനർത്ഥം നമ്മുടെ ജനാബത്ത് കുളിയിൽ കുറെ മാറ്റങ്ങൾ വരാനുണ്ട്. അതിനർത്ഥം നമ്മുടെ വലിയ അശുദ്ധിയുടെ ശുദ്ധീകരണങ്ങളിൽ മാറ്റങ്ങൾ വരാനുണ്ട്. നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്ന ശുദ്ധീകരണത്തിൽ എന്തൊക്കെയോ ശ്രദ്ധിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇത് നമുക്കും ഈ അംഗീകാരം കിട്ടുമായിരുന്നു. ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ 3 കാര്യങ്ങൾ. ഒന്ന്, ഉളുവിനെ പറ്റി തൽക്കാലം നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത് ജനാബത്ത് കുളിയാണ്. വല്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരും ശ്രദ്ധിക്കില്ല. ജനാബത്തായിരിക്കും, ഓടിപ്പോയി മുടി വെട്ടിയിട്ട് വരും. ആണുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ജനാബത്തൊക്കെ അവൻ മറന്നു പോവാ. ജനാബത്തുകാരനാണെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്നും, ചില ആൾക്കാരുണ്ട് മുടിയും കളയൂല, നഖവും കളയൂല, ജനാബത്താണെന്ന ബോധമുണ്ടോ, പക്ഷെ അവൻ ഇങ്ങനെ കടിച്ചടിച്ച് തൊലി കടിച്ചു തുപ്പി കളയാറുണ്ട്. അല്ലെങ്കിലോ ജനാബത്ത് കുളിക്കുന്നതിന് മുന്നേ തലമുടി ഈരുമ്പോൾ പൊഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ ഈരരുതേ.
ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ജനാബത്തുകാര്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ സ്വഹാബിയായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അലിയേ, തലമുടി ഒരുപാട് നീട്ടി വളർത്തിയിരിക്കുന്ന അലി തങ്ങളോട് പറയാണ്, കുളിക്കുമ്പോൾ തലമുടി ശരിക്കും നനയണം അലിയേ റളിയല്ലാഹു അൻഹു. കുളിക്കുമ്പോൾ തലമുടി ശരിക്കും നനയണം അലിയെ. കാരണം ഓരോ മുടിയുടെ അടിയിലും ജനാബത്തുണ്ടെന്ന ധാരണ വേണം അലിയെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിഖ്ഹിന്റെ ഈ മസ്അലകൾ നമ്മൾ പഠിക്കണം. നമ്മുടെ ശരീരം വൃത്തിയാക്കുമ്പോൾ എവിടെയെല്ലാം വെള്ളം എങ്ങനെ ചേരണം എന്നതിനെ കുറിച്ച് വസ്വാസാകലല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം 100% ശരിയാക്കലല്ല, അത് വസ്വാസിലേക്ക് എത്തിക്കും. ഏകദേശം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് എത്തി വെള്ളം ഒലിച്ചു എന്ന ഒരു ധാരണ വേണം. നമ്മുടെ ശരീരത്തിൽ ആദ്യം തന്നെ സോപ്പിട്ട് പതപ്പിച്ച് വെച്ചിട്ട് ജനാബത്ത് കുളി, ഏറ്റവും ലാസ്റ്റ് ജനാബത്ത് കുളി നെയ്യത്ത് വെക്കുക. ആദ്യം തന്നെ സോപ്പ് ഇങ്ങനെ പതപ്പിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നത് വെള്ളം പകർച്ചയായിട്ടാ പോകുന്നത്. വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തു ശരീരത്തിൽ ഇല്ലാതിരിക്കണം. എന്നാ സോപ്പൊക്കെ മൊത്തം കഴുകി കളഞ്ഞ് ശരീരം ഫ്രഷ് ആയ ശേഷം പിന്നെ നെയ്യത്ത് വെച്ച് കുളിക്കണം. സോപ്പോട് കൂടെയുള്ള വെള്ളം കഴുകി കളയല് ജനാബത്ത് കുളിയാണെന്ന് കരുതരുത്. വെള്ളം പകർച്ചയായി പോവാണ്. അങ്ങനെയല്ല വേണ്ടത്. സോപ്പൊക്കെ മൊത്തം കഴുകി വൃത്തിയാക്കി കളഞ്ഞ ശേഷം ഇപ്പൊ ശരീരത്തിൽ ഒരു സോപ്പുമില്ല, ഇനി വീഴുന്ന വെള്ളമായിരിക്കണം നെയ്യത്തോടു കൂടെ. അല്ലെങ്കിൽ ഈ സോപ്പൊക്കെ ഇടുന്നതിന് മുമ്പ് നിലവിൽ വൃത്തികേടായിട്ടുള്ള ചെളിയും അഴുക്കുള്ള ഭാഗമൊക്കെ ആദ്യം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി കാലൊക്കെ ഒന്ന് ഉരച്ച് കഴുകി ആ വിണ്ട് കീറിയ ഭാഗത്തൊക്കെ വെള്ളം കയറാത്ത ഭാഗങ്ങളൊക്കെ, ഇത് ജനാബത്ത് മാത്രമല്ല ഹൈദ് കുളി എന്റെ കുളിയോ അല്ല അങ്ങനെയുള്ള വലിയ അശുദ്ധിയുടെ കുളികളൊക്കെ, വിണ്ട് കീറിയ ഭാഗങ്ങൾ, അതുപോലെ തന്നെ നഖത്തിന്റെ അടിയിലെ ചെളി, ഇതൊക്കെ കളഞ്ഞ് ബോൾ പേനയുടെ മഷി ഇതൊക്കെ കളഞ്ഞ് പൊളിഞ്ഞു വരുന്ന മൈലാഞ്ചി ഒന്നും പാടില്ല. ചില ആൾക്കാരുണ്ട് തലമുടി കറുപ്പിക്കാറുണ്ട്. തലമുടി കറുപ്പിക്കുമ്പോ മുടിയിൽ വെള്ളം ചേരാത്ത രീതിയിലുള്ള കോട്ടിങ് വരാറുണ്ട്. ചില വസ്തുക്കൾ അങ്ങനത്തെ രാസവസ്തുക്കളാണ്. അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചാൽ ശരിയാവോ ഒന്ന് ആലോചിച്ച് നോക്കണേ. മയ്യത്ത് കുളിപ്പിച്ചാൽ ശരിയാവോ? മയ്യത്തിന്റെ കുളി ശരിയായില്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം ശരിയാവോ? മയ്യത്തിന്റെ നിസ്കാരം നിർവഹിക്കപ്പെടാൻ, നിസ്കാരം സ്വീകരിക്കപ്പെടാൻ മയ്യത്തിന് ശുദ്ധി വേണമെന്ന. എങ്ങനെ ശുദ്ധിയാണ്? മയ്യത്ത് കുളി ശരിയായിട്ടില്ലെങ്കിൽ പൊളിഞ്ഞു വരുന്ന സാധനമൊക്കെ ശരീരത്തിൽ വെക്കരുത്. അതുപോലെ തന്നെ സഹോദരിമാരാണെങ്കിൽ കമ്മലിന്റെ അകത്ത് ഒക്കെ വെള്ളം ചേരാൻ സാധ്യതയുള്ള പ്രയാസമുള്ള ഭാഗങ്ങളാണ് ചില ഹോളുകൾ. ചിലരിങ്ങനെ മൂക്കും തുളച്ചത് കാണാം. ഇനി അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ടൈറ്റ് ആയിട്ടുള്ള മോതിരങ്ങൾ, ഇങ്ങനെയുള്ള പല ഭാഗങ്ങള്. അതുപോലെ തന്നെ കാലിന്റെ നഖമൊക്കെ പടച്ചോനെ പൂരപ്പറമ്പില് അമ്പംകുറ്റി മറ്റേ ഇതിന്റെ കതിനക്കുറ്റി ഇരിക്കണ മാതിരിയാണ് ചില ആൾക്കാരുടെ കാലിന്റെ നഖമൊക്കെ. ആകെ പൊടി പിടിച്ച് അതൊന്നും അല്ലല്ല, ഒരു വൃത്തിയാക്കലല്ലോ. ഒരു സത്യവിശ്വാസിയുടെ കാലിലേക്കും കയ്യിലേക്കും നോക്കിയാൽ നഖം കണ്ടറിയാൻ പറ്റും. ഒരു വൃത്തിയിലും ശുദ്ധിയിലൊക്കെ അല്പമെങ്കിലൊക്കെ നടക്കാം. കാലൊക്കെ വിണ്ട് കയറിയത് പരമാവധി ആ വിടവിലൊക്കെ ചെളി കയറാതെ നോക്കണം. അതൊക്കെ ആദ്യം വൃത്തിയാക്കി എല്ലാം വെള്ളം ചേരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളുമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിയ്യത്ത് വെച്ച് വെള്ളം ശരീരത്തിലൂടെ മൊത്തം ഏകദേശം എല്ലാ സ്ഥലത്തും എത്തി എന്ന ധാരണയിൽ ഒലിപ്പിക്കുക. ആ നിയ്യത്ത് മനസ്സിലിങ്ങനെ നിലനിർത്താം. വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ വേണ്ടിയാണ് കുളിക്കുന്നതെന്ന് ഇങ്ങനെ നിയ്യത്ത് നിലനിർത്തി നമ്മള് അതിന്റെ അദബുകളൊക്കെ പാലിച്ച് ഔറത്ത് മറച്ച്, ഔറത്ത് പൊക്കിളിന്റെ മുട്ടിന്റെ ഇടയിലുള്ള ഭാഗം എന്തായാലും മറച്ച് അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം വേണം. അങ്ങനെയൊക്കെ കുളിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, രാത്രിയാണ് കുളിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നഗ്നമായി കുളിക്കരുത്. ഇരുട്ടത്ത് നഗ്നമായി കുളിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഭ്രാന്ത് വര പിടിപെടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി സിറാജുൽ മുനീറിലൊക്കെ ഹദീസ് നമുക്ക് കാണാവുന്ന. ഒക്കെ ശ്രദ്ധിച്ച് വളരെ വൃത്തിയായി ശുദ്ധമായി നമ്മൾ കുളിച്ച് പുറത്തു വരണം. ഒളു സുന്നത്താണ്. കുളിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കൽ സുന്നത്താണ്. കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഇതൊരു ഇബാദത്താണെന്ന ബോധത്തോട് കൂടെ വേണം ചെയ്യാൻ പോവാൻ.
ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ മറ്റേ ദുആയൊക്കെ ഉണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ഖുബുസും ഖബായിസും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് കാവൽ തേടണം. ഖുബുസ് ആൺ പിശാചും ഖബായിസ് പെൺ പിശാചും. അങ്ങോട്ട് ചെന്നാൽ ഒരു പക്ഷെ ഔറത്തിന്റെ ഭാഗമൊക്കെ വെളിവാവാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അവരുടെ ലൈംഗിക ശല്യങ്ങളും അല്ലാത്ത ശല്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ കുളി കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വരുമ്പോൾ തലമുടിയൊക്കെ മുഴുവനും, ആണാവട്ടെ പെണ്ണാവട്ടെ, തലമുടിയൊക്കെ മുഴുവനും മറച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങി വരാൻ. കാരണം നേരത്തെ ഇവിടെ നമ്മൾ 2-3 ആളുകളെ പുറത്ത് നിർത്തിയിട്ടാ പോയത്, ഖുബസിനെ ഖബായിസിനെയൊക്കെ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ് പറയുമ്പോൾ തന്നെ നമ്മുടെ കൂടെ അങ്ങോട്ട് കയറാനിരുന്ന ഖുബസും ഖബായിസും എന്ന പിശാചുകൾ പുറത്ത് നിൽക്കാം. നമ്മളവിടുന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവൻ നമ്മുടെ തിളക്കമുള്ള കറുപ്പ് കളർ കൂടുതലുള്ള ആ മുടി കണ്ടു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവുമെന്ന് ചില ഇമാമിയങ്ങൾ പറയുന്നുണ്ട്. കുളിക്കുന്നതിന് മുമ്പ് എണ്ണ തേക്കുക, ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാവണം. എണ്ണ തേക്കുമ്പോൾ എണ്ണ എന്നുള്ളത് ഒലിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും വെള്ളം ചേരുന്നതിന് തടസ്സമല്ല, എണ്ണ തേക്കാം. എണ്ണ തേച്ച് കുളിക്കണം. കിതാബുദ്ദുഹ്ന് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, ഹദീസിന്റെ കിതാബുകളിലുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഇങ്ങനെ കുളിയൊക്കെ പൂർത്തിയാക്കി ശുദ്ധിയുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് കുളിയൊക്കെ കഴിഞ്ഞു വരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ നിന്നും അഴുക്കുകൾ പോകുന്നതിന്റെ കൂടെ അവന്റെ പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനാബത്ത് കുളിയും ഹൈദ് കുളിയും ഒക്കെ നടത്തുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ അമല് പോകും, നമ്മുടെ ദുആ പോകും, നമ്മുടെ ആയുസ്സിൽ ചെയ്തു തീർക്കേണ്ട നല്ല കാര്യങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകും. എനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ കഴിയൂല. അള്ളാഹുവിന്റെ കോടതിയിൽ എന്തേ നീ പഠിക്കാതിരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പഠിച്ചവനെ എനിക്കറിയില്ല, അത് പള്ളിയിലെ ഉസ്താദിനെ അറിയുള്ളൂ, എനിക്കറിയില്ല, ഞാൻ ഒരുപാട് ഓതി പഠിച്ചിട്ടില്ല. അങ്ങനെ അറിയില്ല എന്ന് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അറിയാവുന്ന മാർഗങ്ങൾ തേടിപ്പിടിക്കാൻ ത്വലബുൽ ഇൽമ് എന്നാ പറഞ്ഞത്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. എല്ലാ മുസ്ലിമായ പെണ്ണിനും ആണിനും ഇൽമ് തേടല് അത് നിർബന്ധമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തേടിയാൽ ഒരുപാട് വഴികളുണ്ട് അതിനെപ്പറ്റി അറിയാൻ. ഈ ആണുങ്ങൾക്കൊക്കെ പള്ളിയിലെ ഉസ്താദിനൊക്കെ കിട്ടുന്ന സന്ദർഭത്തില് അദ്ദേഹത്തോട് എങ്ങനെ ഉസ്താദ് ഇപ്പൊ ഒരു ജനാബത്ത് കുളി എങ്ങനെയാ, ഞങ്ങള് കുളിക്കണം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒളു എടുക്കുന്നത് ഇങ്ങനെയാണ്, ഇതിലെന്തെങ്കിലും അപാകതയുണ്ടോ? ഇതിന് വല്ല അപാകതയുണ്ടോ? ചില ആളുകൾ എന്നെ വിളിച്ച് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഈ ഫാത്തിഹ ഞാൻ ഓതി ഒന്ന് കേൾപ്പിക്കാം, അതിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേന്ന്. ഫാത്തിഹ ഓതി കേൾപ്പിക്കാം, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണേന്ന്. അതൊക്കെ നല്ലൊരു സ്വഭാവമാണ്. നമുക്കെല്ലാം ഏത് സമയവും തികഞ്ഞൊന്നൊരു തോന്നലല്ല. അറിയാവുന്നവരുടെ അടുത്ത് കൊണ്ടുപോയി അതിന്റെ തെറ്റും ശരിയും ഒക്കെ അപാകതകളൊക്കെ മാറ്റിയെടുക്കാൻ നോക്കണം. ഏതായാലും കുളി വലിയ ഗൗരവമുള്ള കാര്യമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ലോകത്ത് നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് കുളി. കുളി ഇബാദത്താണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയുണ്ട് അൻസാരികൾ അല്ലാഹു പ്രശംസിച്ച 2 കാര്യം. ഒന്ന് ഉളൂ, ഒന്ന് കുളി. മൂന്നാമതൊരു കാര്യമുണ്ട്, മലമൂത്ര വിസർജനത്തിന്റെ നേരത്ത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ അൻസാറുകൾ, മഹാന്മാരായ അൻസാറുകൾ ഖുർആൻ പ്രശംസിച്ച വൃത്തിയുള്ള ആളുകളാണ്. നമ്മൾ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ കഴുകാറുണ്ട്. ഇപ്പോ എയർപോർട്ടിലൊക്കെ തുടക്കലാന്നാ ഞാൻ കേട്ടത്. അങ്ങനെയുണ്ട്. അതൊന്നും ശരിയായ പരിപാടിയല്ല. കഴുകാൻ കഴിയുന്നിടത്തോളം കഴുകാൻ തന്നെ വേണം. അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കാനല്ല പറഞ്ഞത്, കല്ല് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഇന്ന് ലോകത്തുണ്ടോ? മനുഷ്യന് വെള്ളത്തിന്റെ സംവിധാനം ഇല്ലാത്ത സാഹചര്യം ഉണ്ടോ? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും മനുഷ്യൻ ഇല്ലായ്മയിലല്ല, മനുഷ്യൻ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരു കാലാണ്. മലമൂത്ര വിസർജനം എങ്ങനെ? മൂത്രമൊഴിക്കുക, അതവിടെ തെറിക്കുക, അവിടെ തന്നെ ഇട്ട് കഴുകുക, അത് പിന്നെയും തെറിക്കുക. അല്ലാഹു അലൈഹി, ഈ പാൻറ്റൊക്കെ ഇട്ട് വന്ന് മൂത്രമൊഴിച്ചു പോകുന്ന ചെറുക്കന്മാരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണേ. അമ്മാതിരി പാൻറ്റാ, ഗ്രീസ് തൂത്തിട്ട് വേണം അത് വലിച്ചു കയറ്റണമെങ്കിൽ. അത് ഇട്ടിട്ട് എങ്ങനെ മൂത്രമൊഴിക്കുക? എന്നിട്ടോ ആ മൂത്രം ഒഴിച്ചത് കഴുകുമ്പോൾ തെറിക്കുന്നു. എന്നിട്ട് അത് കൊണ്ടുവന്ന് നിസ്കരിക്കുന്നു. അവനെ തൊട്ട് നിസ്കരിക്കുന്നവൻ നജസിനോട് സ്പർശിച്ച് നിൽക്കുന്നോടത്ത് നിസ്കാരം സഹിയാവും. അപ്പൊ വസ്ത്രം ധരിക്കുമ്പോ മൂത്രമൊഴിക്കാനുള്ള സൗകര്യം നമുക്ക് അതിൽ കാണണം. ഇടയിലൊന്ന് മൂത്രമൊഴിക്കാൻ പോണെന്നുണ്ടെങ്കിൽ അന്നപ്പോ മുണ്ടുടുക്കലാ നല്ലത്. ഏതായാലും മൂത്രമൊഴിച്ച് കഴുകുന്ന വിഷയത്തില്, വൃത്തിയാക്കുന്ന വിഷയത്തില് ശ്രദ്ധിക്കാതെ ഇരുന്ന ഒരു മനുഷ്യന്റെ ഖബർ കണ്ടപ്പോ
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, ഒരു പച്ച മടല് കൊണ്ടുവരൂ, ഈത്തപ്പനയുടെ പച്ചമടല്. ഈത്തപ്പനയുടെ പച്ചമടല് കൊണ്ടുവന്നിട്ട് ആ ഖബറിന്റെ സമീപത്ത് റസൂലുള്ളാഹി തറച്ചു വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളോട് പറഞ്ഞു, ഇത് 2 ഖബറാണ്, 2 ഖബറിലും ഖബറാളികൾ ശിക്ഷ അനുഭവിക്കുന്നു. ഒന്നാമത്തെ ഖബർ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ ഖബറിലുള്ള ഖബറാളി ശിക്ഷ അനുഭവിക്കുന്നത് ഗീബത്ത് നമീമത്ത് പറഞ്ഞു നടന്നതിന്റെ പേരിലാണ്. രണ്ടാമത്തെ ഖബർ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ ഖബറിലെ ഖബറാളി ശിക്ഷ അനുഭവിക്കുന്നത് അയാൾ മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കൽ കുറവായിരുന്നു. മൂത്രമൊഴിച്ച വൃത്തിയാക്കൽ കുറവാണ്. മൂത്രമൊഴിച്ചിട്ട് അവിടെ മൂത്രം മുഴുവനും ഒലിച്ചു പോയ ശേഷം മൂത്രം ഒഴിച്ചോടത്ത് നിന്ന് വീണ്ടും വെള്ളം തെറിക്കുന്ന രീതിയിൽ കഴുകുക എന്നുള്ളതൊക്കെ ഈ പറഞ്ഞതിൽ പെടും. മൂത്രം ഒഴിക്കുന്നത് പൂർണ്ണമായും ഒലിച്ചു പോയി അവിടെ നിന്ന് തിരിച്ച് വെള്ളം തെറിക്കാത്ത വിധത്തിൽ വേണം നമ്മൾ കഴുകാനും വൃത്തിയാക്കാനും. ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഏതായാലും 3 കാര്യങ്ങളിലുള്ള ശുദ്ധീകരണത്തിൽ അൻസാരിങ്ങൾ ഇത്രയ്ക്കും ശ്രദ്ധിച്ചതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അവരെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രശംസിച്ച ആയത്തിറക്കിയത്. അപ്പൊ ഈ 3 കാര്യത്തിൽ നമുക്കും ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത് നമുക്ക് ഒളു ചർച്ച ചെയ്യാം. നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നല്ലതാണ് എന്ന്. നമ്മുടെ ധൃതി, ചില ആളുകളൊക്കെ ഒളു എടുക്കുന്ന കണ്ട പേടിയാവും. ഹൗദില് വന്നിട്ട് ഹൗദാകാൻ കണ്ട് അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയ മാതിരി കലക്കി മറിച്ച് ഒരു ഒളുവൊക്കെ എടുത്തിട്ട് ഒരു കൈയൊക്കെ കുടഞ്ഞ ഒരു വരവുണ്ട്. ആ വരവ് കണ്ടു കഴിഞ്ഞാൽ റഹ്മത്തിന്റെ മലക്ക് തിരിഞ്ഞു കൊടുക്കും. അമ്മാതിരി ഗുസ്തിക്കാർ വരണ മാതിരി ഒരു വരവ് ഒളു എടുത്തിട്ട് മഗ്‌രിബിനൊക്കെ കണ്ട് ധൃതി എടുത്ത് വരുന്നത്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അമല് ചെയ്യാൻ വന്നു, അതിന്റെ പേരിലാണ് പരാജയപ്പെട്ടത്. അങ്ങനെ കുറെ ആളുകളുണ്ട്. അമല് ചെയ്യാമെന്നതിന്റെ പേരിൽ പരാജയം പറ്റി, വലിയ പരാജയം പറ്റിയത് അഖ്സരീൻ. ഈ ദുനിയാവിൽ അവർ കാട്ടിക്കൂട്ടിയ തിരക്ക്, അവരുടെ ധൃതി, അവരുടെ പരിശ്രമം, പരാക്രമം അവരെ ഇടങ്ങേറാക്കി, അവർക്ക് നഷ്ടം വരുത്തി. വഹും യഹ്സബൂൻ, എന്നാൽ ആ പാവങ്ങൾ കണക്കൂട്ടി വെച്ചത് അന്നഹും യുഹ്സിനൂന സുനാ, ഞങ്ങൾ ചെയ്തതൊക്കെ നന്നായിട്ടുണ്ടെന്നൊരു തോന്നലായിരുന്നു. ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. അതായത് മൊയിലാരെക്കാളും നന്നായിട്ട് എനിക്ക് ഒതു എടുക്കാറിയാന്നൊരു തോന്നലായിരുന്നു. ഞങ്ങൾ ചെയ്ത പ്രവർത്തനം നല്ലത്, അതിൽ കുറ്റമില്ലാന്ന് അവർ വിചാരിച്ചിരുന്നത്. അത് പഠിക്കണം, അങ്ങനെ വിചാരിക്കാൻ വരട്ടെ. ഇത് കുറ്റമുള്ളതാണോ അല്ലയോ എന്ന് വിവരമുള്ളവരോട് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, വിവരം ഇല്ലെങ്കിൽ വിവരം ഉള്ളവരോട് ചോദിച്ച് പഠിക്കണം എന്ന് ഖുർആൻ. അങ്ങനെ അമല് ചെയ്യാൻ വന്നതിന്റെ പേരിൽ പരാജയം സംഭവിക്കാൻ ഇടയാവാതെ ഇതേക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ച് ഇതേക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാക്കി വെക്കൽ നല്ലതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മദ്രസയിൽ ഒളൂനെ കുറിച്ച് പഠിപ്പിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അവിടുന്ന് ഒളൂനെ കുറിച്ച് ഒരു കുട്ടി എത്രത്തോളം മനസ്സിലാക്കുന്നു, അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ കാണിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുന്ന അവസരങ്ങളെ മാതാപിതാക്കളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. മാതാപിതാക്കൾക്ക് അറിഞ്ഞാലല്ലേ നമ്മൾ പുരോഗമനത്തിലും പരിഷ്കാരത്തിലും ഏറെ മുന്നിലായിരിക്കും. ആത്മീയമായ അറിവിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിൽ കുറച്ച് പരാജയത്തിൽ തന്നെയാണ് നമ്മൾ. സമ്മതിക്കാതെ വയ്യ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? ഈമാൻ ഉണ്ടാവില്ല. ചെയ്യുന്ന അമല് മാത്രമല്ല, അമല് പോകുമെന്ന് മാത്രമല്ല, ശുദ്ധി വൃത്തി വേണ്ട വിധം ആയില്ലെങ്കിൽ ഈമാൻ തന്നെ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം, അത്തുഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി എന്നത് ഈമാന്റെ കറക്റ്റ് പകുതിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധി പഠിക്കാൻ എങ്ങനെയാണ് ഉസ്താദെ ഞാനൊരു ഉളു എടുക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് കുളിക്കേണ്ടത് അന്വേഷിക്കാം, പഠിക്കാം. പ്രത്യേകിച്ച് പുരുഷന്മാർ ഈ വിഷയം പഠിച്ചെടുത്തിട്ട് അവരുടെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒന്നാമത്തെ ബാധ്യത എന്തെന്നറിയുമോ? തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ ബാധ്യത. ഭാര്യയോട് ഭർത്താവ് നിർവഹിക്കേണ്ട ഒന്നാമത്തെ ബാധ്യത എന്നറിയോ?
നമ്മൾ ആലോചിച്ച് ശരിക്കും 2 സെക്കൻഡ് ഒന്ന് ആലോചിച്ച്, നമ്മുടെ ഭർത്താവ് ആ ബാധ്യത നമ്മളോട് നിർവഹിച്ചോന്നൊന്ന് ആലോചിച്ച് നോക്കി. സഹോദരിമാർക്കൊക്കെ ആലോചിക്കാവുന്ന കാര്യമല്ലേ? ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ ബാധ്യത, നിർവഹിക്കേണ്ട ഒന്നാമത്തെ ബാധ്യത, ഭർത്താക്കന്മാരൊന്ന് ആലോചിക്ക് 2 സെക്കൻഡ്. എന്റെ ഭാര്യയ്ക്ക് ആ ഒന്നാമത്തെ ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച്. ഏതാ ഒന്നാമത്തെ ബാധ്യത അറിയോ? കുഴിമന്തി വാങ്ങി കൊടുക്കല ഒന്നാമത്തെ ബാധ്യത? അല്ലെങ്കിൽ ഭാര്യക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കല ഒന്നാമത്തെ ബാധ്യത? ഭർത്താവ് ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ ബാധ്യത ശർഈയായ ഇൽമു പറഞ്ഞു കൊടുക്കണം. ശർഈയായ ഇൽമു പറഞ്ഞു കൊടുക്കണം. എത്രയോ സഹോദരിമാരുടെ സങ്കടം ഉള്ളതെന്നറിയോ? ഭർത്താവ് നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഭർത്താവ് എങ്ങനെയാ ഈ ഭാര്യക്ക് ശർഈയായ ഇൽമു പറഞ്ഞു കൊടുക്കുക? വാപ്പ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പരിധിയുണ്ട്, ഉമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പരിധിയുണ്ട്. ഉമ്മയുടെയും വാപ്പയുടെയും അടുത്തു നിന്നും പുതിയ ഒരു ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ വൈവാഹിക ജീവിതത്തിൽ ആ പെൺകുട്ടി വേറൊരു ലോകത്തേക്കാണ് വരുന്നത്. അവിടെ വാപ്പയും ഉമ്മയും ഇല്ല, അത് ഭർത്താവിന്റെ കൂടെയാണ്. ഇനി മുതൽക്കുള്ള കാര്യം ഇതുവരെ വാപ്പായും ഉമ്മായും പറഞ്ഞു കൊടുത്തതിനേക്കാൾ കൂടുതൽ അറിയേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ള കാര്യങ്ങൾ. അത് വാപ്പായും ഉമ്മായും അല്ല പറഞ്ഞു കൊടുക്കുക. സ്വാഭാവികമായും ഇപ്പോ ഇവന്റെ കസ്റ്റഡിയിലാവുമ്പോൾ ആ വിഷയങ്ങളെ കുറിച്ച് ഇവനെ പറഞ്ഞു കൊടുക്കണം. ഭാര്യക്ക് ശർഅ് പറഞ്ഞു കൊടുക്കാൻ, ഫിഖ്ഹ് പറഞ്ഞു കൊടുക്കാൻ ഭർത്താവ് പഠിച്ചു വെക്കണം. ഒന്നാമത്തെ ബാധ്യത അതാണ്. ഭർത്താവിന്റെ ഒന്നാമത്തെ കടമ ശർഅ് പഠിപ്പിച്ചു കൊടുക്കലാണ്, ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കലാണ്, ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കലാണ്. അങ്ങനെയാണ് എത്ര ഭർത്താക്കന്മാരുണ്ടാവും ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കാൻ? ആലോചിച്ചു നോക്കണേ. ഇക്കണ്ട സ്വഹാബി വനിതകൾ മുഴുവനും അങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട് സ്വഹീഹ് മുസ്ലിം. ശറഹ് മുസ്ലിമിൽ ഇമാം നവവി വ്യാഖ്യാനിക്കുന്നുമുണ്ട്. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു പ്രവാചക പുങ്കവർ റളിയല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്നും മഹാനവറുകൾ റളിയല്ലാഹു അൻഹു ഇൽമു പഠിച്ചാൽ വീട്ടിൽ വന്ന് ഉമ്മു സലമയോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു റളിയല്ലാഹു അൻഹാ. അങ്ങനെയായിരുന്നു സ്വഹാബി അവിടെ പോയി പഠിച്ചിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു കൊടുക്കും. പഴയ കാലത്തും അങ്ങനെയായിരുന്നു. ഇവിടെ വല്ലുമ്മമാർക്ക് വന്നിട്ട് പള്ളിയിൽ നിന്ന് കേട്ട വയലും കഥയൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കും. അതൊക്കെ കേട്ടതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ എല്ലാം ചോദിച്ചു പഠിക്കും. ഭർത്താവിനോട് ചോദിക്കണം, മനുഷ്യ ഇങ്ങനെയാണ് മസ്അല, എന്താ ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയോ? അറിയൂല, എഴുതി കൊടുക്കാം, ഇതേക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് വരണം. പള്ളിയിൽ ചെന്നിട്ട് ഉസ്താദിനോട് ചോദിക്കണം, ഉസ്താദ് ഇങ്ങനെ ഒരു മസല ഉണ്ട്, ഇതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിച്ച് എഴുതിയെടുക്കണ്ട, മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് കേൾപ്പിച്ചു കൊടുക്കാം. അല്ലാതെ പെണ്ണുമ്പിള്ളക്ക് ഫോൺ നമ്പർ കൊടുക്കല്ല വേണ്ടത്. നമ്മുടെ ഭാര്യമാർ അറിയേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങൾ നമ്മളായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കൊരു ബാധ്യതയുണ്ട്. ഇപ്പൊ യൂട്യൂബും സംവിധാനങ്ങളൊക്കെ വന്നപ്പോ കുറെയൊക്കെ സഹോദരിമാർക്ക് ആ വിഷയത്തിൽ ആശ്വാസമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഉപയോഗപ്പെടുത്തണം. നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഭർത്താവ് സഹായിക്കണം. അതോടൊപ്പം ഭർത്താവ് പറഞ്ഞു കൊടുക്കാൻ ഭർത്താവ് സ്വയം പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഈമാന്റെ പകുതിയാണ് ശുദ്ധി എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാൻ മറ്റൊരു ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മിഫ്താഹുൽ ജന്നത്തി സ്വലാഹ്, സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ്. വ മിഫ്താഹുസ് സ്വലാത്തി തുഹൂറു, നിസ്കാരത്തിന്റെ താക്കോല് ശുദ്ധിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മുടെ വീട് പൂട്ടിയേക്കാണ്, അതിന്റെ താക്കോല് നമ്മുടെ കാറിന്റെ അകത്ത് വെച്ചിരിക്കുക. കാറ് പൂട്ടിയേക്കാണ്, കാറിന്റെ താക്കോല് വേറെ എവിടെയാണ്. ആ താക്കോല് കിട്ടിട്ടോണം ഈ താക്കോലുകൊണ്ട് ആ താക്കോലെടുത്ത് മറ്റേ വീട് തുറക്കാൻ, അങ്ങോട്ട് കയറണമെങ്കിൽ. നിസ്കാരത്തിന്റെ താക്കോല് ശുദ്ധിയാണ്. ആ താക്കോല് കറക്റ്റ് ആയിട്ട് ആ ഹോളിൽ കയറണം. ഏത് ശുദ്ധി? ഒളു. അത് കറക്റ്റ് ആവണം. അതിന്റെ എല്ലാ ഭാഗങ്ങളും സ്പർശിതമായിട്ടുള്ള പൂർണ്ണത കൈവരിച്ചിട്ടുള്ള ഒളു ആവണം. എന്നിട്ട് ആ ഒളു കൊണ്ട് വേണം നിസ്കാരം എന്ന് പറയുന്ന ആ പ്രവർത്തനത്തെ തുറന്നെടുക്കാൻ.
നിസ്കാരം അതുപോലെ കുറ്റമറ്റ രീതിയിലേക്ക് എത്തിയിട്ട് വേണം ആ നിസ്കാരം കൊണ്ടുപോയിട്ട് സ്വർഗം തുറക്കാൻ. എന്നിട്ട് വേണം ആ സ്വർഗത്തിലേക്ക് നമുക്ക് കയറാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഇതൊക്കെ ശരിയാക്കി തരട്ടെ. ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ടായ ഹദീസ്. അത്രത്തോളം വൃത്തി വേണം. എന്തിനേറെ നമ്മുടെ ബുദ്ധി നന്നാവാൻ, നമ്മുടെ മൈൻഡ് റെഡിയാവാൻ, നമ്മുടെ ആലോചന നന്നാവാൻ, നമ്മുടെ ശരീരത്തിന്റെ ഉന്മേഷമുണ്ടാവാൻ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുകളുണ്ട്, അത് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നു. മൻ നളുഫ തൗബുഹു ഖല്ല ഹമ്മുഹു വമൻ താബ റീഹുഹു സാദ അഖ്ലുഹു. ഒരു മനുഷ്യൻ അവന്റെ വസ്ത്രം വൃത്തിയുള്ള വസ്ത്രമാണ് എങ്കിൽ അവന്റെ മനസ്സിന്റെ നീറുന്ന ചിന്തകൾ മാറിക്കഴിഞ്ഞു. എന്തൊരു വലിയ മനഃശാസ്ത്രമായി പറഞ്ഞെന്നറിയോ? ഒരു മനുഷ്യന്റെ വസ്ത്രം വൃത്തിയുള്ള വസ്ത്രമാണ് എങ്കിൽ എവിടെയാ ഇസ്ലാം നിൽക്കുന്നത്? ഒരു മനുഷ്യന്റെ വസ്ത്രം വൃത്തിയുള്ള വസ്ത്രമാണ് എങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരിമാർ, ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ മുതൽ ഉച്ച വരെ നിങ്ങൾ ഒരു മാക്സി ധരിച്ചു കഴിഞ്ഞാൽ മീൻ വെട്ടാനുണ്ടാവും, തുണി അലക്കാനുണ്ടാവും, മറ്റു പലതും ചെയ്യാനുണ്ടാവും. ഇതിന്റെ ഇടയിൽ കുടുകുടാന്ന് വേർത്തിട്ടുണ്ടാവും അല്ലേ? അത് വൈകുന്നേരം ആക്കും, രാത്രിയാക്കും. എന്റെ പൊന്നോ, എന്തൊരു അവസ്ഥ എന്ന് ഓർത്ത് നോക്കി. അലക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണെന്നല്ല, ചിലപ്പോ വസ്ത്രം കുറവായിരിക്കും. പെണ്ണിന് വീട്ടു വസ്ത്രം 6 മാസത്തിലൊരിക്കൽ പെണ്ണിന്റെ അവകാശമാണെന്ന് ഇസ്ലാം പറയുന്നു. എന്തിനാണിത്? അവർ കൂടുതൽ വിയർക്കുന്ന ദുർഗന്ധമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. മീൻ വെട്ടാൻ പുരുഷനെ കിട്ടൂല. കാര്യം വലിയ വിലയുള്ളതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കും. ഒന്ന് വെട്ടാൻ പറഞ്ഞ മുഖം വല്ലാത്ത രീതിയിലേക്ക് മാറും. അത് പെണ്ണ് തന്നെ ചെയ്യണം. ബാത്റൂം ക്ലീൻ ചെയ്യണം. പുരുഷൻ ചെയ്യൂല. ചെയ്യുന്ന എനിക്ക് തോന്നല്ല. ചെയ്യുന്നവരുണ്ടാവും, നല്ലവരുണ്ടാവും. അല്ലാഹു തആല ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കട്ടെ, ചെയ്യാൻ എല്ലാവർക്കും മനസ്സ് കൊടുക്കട്ടെ. ഇതൊക്കെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുവേലയിൽ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു. സ്വഹീഹുൽ ബുഖാരി. വാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുമായിരുന്നു. അടുക്കള ജോലിയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുമായിരുന്നു. സ്വന്തമായി വസ്ത്രം കഴുകുമായിരുന്നു. ചെരുപ്പ് തുന്നുമായിരുന്നു. അങ്ങനെയാണ് വേണ്ടത്. കുടുംബം എല്ലാവരും കൂടുമ്പോഴാണ് കുടുംബമാവാ. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മുഷിയുന്ന അവസ്ഥയാണെങ്കിൽ അത് മാറ്റിയിട്ട് അടുത്തതിടണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മനസ്സിന്റെ നീറുന്ന ചിന്തകൾ മാറിക്കിട്ടാൻ നല്ല വസ്ത്രം ധരിക്കുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഇനി നിലവിലുള്ള നമ്മുടെ ബുദ്ധി ഉറങ്ങിപ്പോവാതെ ബുദ്ധി ഉണരാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ ഇടക്കിടക്ക് ഒരു സുഗന്ധം പൂശിക്കൊടുക്കാം. സഹോദരിമാര് സുഗന്ധം പൂശുമ്പോ അത് പുറത്തേക്ക് പോകരുത്. അത് വെളുക്കാൻ തെച്ചത് പാണ്ടാവും. ആണുങ്ങളാവട്ടെ, അല്ലെങ്കിൽ വീടിന്റെ അകത്തായിക്കോട്ടെ, ആ വേർപ്പിന്റെ ഗന്ധമൊക്കെ പോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ പെർഫ്യൂമൊക്കെ വീട്ടിൽ ഉപയോഗിക്കാം. വീട്ടിൽ അന്യര് മണക്കില്ല എന്നുള്ള ഓടത്തിൽ സഹോദരിമാർക്ക് ഉപയോഗിക്കാം. സഹോദരന്മാർക്ക് അല്ലാതെയും ഉപയോഗിക്കാം. ഈ മണം കിട്ടുന്നത് നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി സഹിക്കാൻ പറ്റുന്നതായിരിക്കും. ഭേദമാവട്ടെ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ശുദ്ധിയുടെ കാര്യത്തിൽ ഒന്ന് ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ നമ്മെ ഒരുപാട് പല കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട്.